ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ സ്പാരോ ആൻഡ് ദ സീഡ്. സ്പാരോ എന്നാൽ കുരുവി, സീഡ് എന്നാൽ വിത്ത്, കുരു എന്നൊക്കെയുള്ള അർത്ഥമാണ്. കുരുവിയും വിത്തും ഇതാണ് ഇന്നത്തെ കഥയുടെ തലക്കെട്ട്. വൺസ്, പണ്ടൊരിക്കൽ, there was a sparrow, ഒരു കുരുവി ഉണ്ടായിരുന്നു. സ്പാരോ എന്നാൽ കുരുവി. പണ്ടൊരിക്കൽ ഒരു കുരുവി ഉണ്ടായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഷീ ഗോട്ട്, അവൾക്ക് കിട്ടി, ഈ കുരുവിക്ക് കിട്ടി, എ പൾസ് സീഡ്. പൾസ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ പയർവർഗം എന്നുള്ള അർത്ഥമാണ്. പൾസ് ഒരു പയറിൻ്റെ സീഡ് എന്നാൽ വിത്ത്. എന്താണ്, ഒരു ദിവസം അവൾക്ക് ഒരു പയറിൻ്റെ വിത്ത്, കുരു കിട്ടി. ഫ്രം സംവേർ, എവിടെ നിന്നോ. ഫ്രം സംവേർ എന്നാൽ എവിടെ നിന്നോ അവൾക്കൊരു ദിവസം ഒരു വിത്ത്, കുരു കിട്ടി. ഷീ, അവൾ, ഫ്ലൂ എന്നാൽ പറന്നു. ടു എ മിൽ, ഒരു മില്ലിലേക്ക് പറന്നു. ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് ആവശ്യപ്പെട്ടു, അതല്ലെങ്കിൽ ചോദിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഹെർ, അവളോട്, ആ മില്ലിനോട്. ടു ടേക്ക് ഓഫ് ദ പോഡ് ഓഫ് ദ സീഡ്. മിൽ എന്നതിന് ധാന്യങ്ങൾ പൊടിക്കുന്ന സ്ഥലം, ധാന്യങ്ങൾ പൊടിക്കുന്ന യന്ത്രം, ആട്ടുകല്ല്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താണ് ആവശ്യപ്പെട്ടത് അവളോട്, ആ മില്ലിനോട്? ടേക്ക് ഓഫ് എന്നാൽ ഇവിടെ അഴിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ടേക്ക് ഓഫ് ദ പോഡ്, ആ പോഡിന് ഉള്ളിൽ നിന്നും. ടേക്ക് ഓഫ് ദ പോഡ് ഓഫ് ദ സീഡ്. പോഡ് എന്നാൽ തോട് എന്നുള്ള അർത്ഥമാണ്. ആ പയറിൻ്റെ തോട്, അതിനകത്ത് നിന്ന് ടേക്ക് ഓഫ്, പുറത്തെടുക്കാനാണ് പറയുന്നത്. ആ സീഡ്, ആ വിത്ത് പുറത്തെടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ വാക്കുകൾ ഫ്ലൂ എന്നാൽ പറന്നു, മിൽ എന്നാൽ ഈ സ്ഥലം, പൊടിക്കുന്ന സ്ഥലം, ആസ്ക്ഡ് എന്നാൽ ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഹെർ എന്നാൽ അവളോട്. ടു ടേക്ക് ഓഫ് എന്നാൽ പുറത്തെടുക്കുക, അഴിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. പോഡ് എന്നാൽ തോട്, സീഡ് വിത്ത്. ബട്ട് സഡൻലി, പക്ഷേ, സഡൻലി എന്നാൽ പെട്ടെന്ന്. ദ സീഡ് ഡ്രോപ്പ് ഇൻസൈഡ് ദ മിൽ. ദ സീഡ്, ആ വിത്ത്, ഡ്രോപ്പ് എന്നാൽ വീഴുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഡ്രോപ്ഡ്, വീണു. ഇൻസൈഡ് ദ മിൽ, ആ പൊടിക്കുന്ന അതിനകത്തേക്ക്, യന്ത്രത്തിനകത്തേക്ക് വീണു. ദ സ്പാരോ ആസ്ക്ഡ് ഹെർ ടു ഗിവ് ദ സീഡ് ബാക്ക്, ബട്ട് ദ മിൽ റിപ്ലൈഡ്. ദ സ്പാരോ, കുരുവി, ആസ്ക്ഡ്, ആവശ്യപ്പെട്ടു, ഹെർ, അവളോട്, ആ യന്ത്രത്തിനോട് ആവശ്യപ്പെട്ടു. ടു ഗിവ് ദ സീഡ് ബാക്ക്, ആ വിത്ത്, വിത്ത്. ഗിവ് ബാക്ക് എന്നാൽ തിരിച്ചു നൽകുക എന്നുള്ള അർത്ഥമാണ്. തിരിച്ചു നൽകാനായിട്ട് ആവശ്യപ്പെട്ടു. ബട്ട്, പക്ഷേ, ദ മിൽ റിപ്ലൈഡ്, ആ ആട്ടുകല്ല് യന്ത്രം, ആ പൊടിക്കുന്ന യന്ത്രം മറുപടി പറഞ്ഞു. ഗോ ആൻഡ് ടെൽ എ കാർപ്പൻ്റർ ടു ടയർ മീ ആൻഡ് ഗെറ്റ് ദ സീഡ്. ഇതാണ് പറഞ്ഞത്. ഗോ, പോകുക, ആൻഡ് ടെൽ, എന്നിട്ട് പറയുക, എ കാർപ്പൻ്റർ എന്നാൽ ആശാരി, ഒരു ആശാരിയോട് പോയിട്ട് പറയുക. ടു ടയർ മീ, ടയർ എന്നാൽ പൊളിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ. ടു ടയർ മീ, എന്നെ പൊളിക്കാൻ പറയുക. ആൻഡ്, എന്നിട്ട്, ഗെറ്റ് ദ സീഡ്, എന്നിട്ട് ആ വിത്ത് എടുക്കുക എന്ന് പറഞ്ഞു. ദ സ്പാരോ വെൻറ്റ് ടു എ കാർപ്പൻ്റർ ആൻഡ് ആസ്ക്ഡ് ഹിം ടു ടയർ ദ മിൽ. ദ സ്പാരോ, കുരുവി, വെൻറ്റ്, പോയി, ടു എ കാർപ്പൻ്റർ, ഒരു ആശാരിയുടെ അടുത്തേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് ആവശ്യപ്പെട്ടു, ഹിം, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ടു ടയർ ദ മിൽ, ആ മില്ല് പൊളിക്കാനായിട്ട്, ആ യന്ത്രം അയക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ബട്ട് ദ കാർപ്പൻ്റർ വാസ് എൻഗേജ്ഡ് ഇൻ ഡൂയിങ് സം അതർ വർക്ക്. പക്ഷേ, ദ കാർപ്പൻ്റർ, ആ ആശാരി, വാസ് എൻഗേജ് എന്ന ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻഗേജ് എന്ന ഏർപ്പെടുക, മുഴുകുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. വാസ് എൻഗേജ്ഡ്, ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ഡൂയിങ് സം അതർ വർക്ക്, മറ്റു ജോലി ചെയ്തിട്ട്, മറ്റുള്ള ജോലികൾ ചെയ്തിട്ട് അദ്ദേഹം അതിൽ
മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡൂയിങ് എന്നാൽ ചെയ്തുകൊണ്ട്. സം അതർ വർക്ക്, മറ്റു ജോലികൾ. സോ ഹി ഡിഡിൻറ്റ് പേ അറ്റൻഷൻ ടു ദ സ്പാരോസ് റിക്വസ്റ്റ്. സോ അതുകൊണ്ട് ആ മറ്റൊരു ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നതിനാൽ ഹി ഡിഡിൻറ്റ് പേ അറ്റൻഷൻ, അദ്ദേഹം ആശാരി, ഡിഡിൻറ്റ് പേ അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്നാൽ കേൾക്കുക, മനസ്സിലാക്കുക, പരിഗണിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പേ അറ്റൻഷൻ ടു ദ സ്പാരോസ് റിക്വസ്റ്റ്, ആ കുരുവിയുടെ, റിക്വസ്റ്റ് എന്നാൽ അഭ്യർത്ഥന, ആ കുരുവിയുടെ അഭ്യർത്ഥന അദ്ദേഹം ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിന് പരിഗണന നൽകിയില്ല. ദെൻ പിന്നീട് ഷീ വെൻറ്റ് ടു ദ കിങ്, അവൾ രാജാവിനടുത്തേക്ക് പോയി. അവൾ വെൻറ്റ് പോയി, ടു ദ കിങ് രാജാവിനടുത്തേക്ക് പോയി. ദ കിങ് വാസ് ബിസി ടോക്കിംഗ് വിത്ത് ഹിസ് മിനിസ്റ്റേഴ്സ്. ദ കിങ് രാജാവ്, വാസ് ബിസി അദ്ദേഹം, ദ കിങ് വാസ് ബിസി രാജാവ് തിരക്കിലായിരുന്നു. ടോക്കിംഗ് വിത്ത് സംസാരിച്ചുകൊണ്ട്, വിത്ത് ഹിസ് മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുമൊത്ത്, മിനിസ്റ്റേഴ്സ് എന്ന മന്ത്രിമാർ, അദ്ദേഹം മന്ത്രിമാരുമൊത്ത് സംസാരിച്ച് രാജാവ് തിരക്കിലായിരുന്നു. ദ സ്പാരോ റിക്വസ്റ്റഡ് ദ കിങ് ടു ഓർഡർ ദ മിൽ. ദ സ്പാരോ ഈ കുരുവി, റിക്വസ്റ്റഡ് അഭ്യർത്ഥിച്ചു, ദ കിങ് രാജാവിനോട്, ടു ഓർഡർ ആജ്ഞാപിക്കാൻ, ദ മിൽ മില്ലിനോട് ആ യന്ത്രശാലയോട്, യന്ത്രത്തോട് ആജ്ഞാപിക്കാനായിട്ട് രാജാവിനോട് പറഞ്ഞു, ഈ വിത്ത് തിരിച്ചു കിട്ടാനായിട്ട്. ടു ടേക്ക് ദ പോഡ് ഓഫ് ദ സീഡ് ബട്ട് ഹി ഓൾസോ ഇഗ്നോർഡ് ദ സ്പാരോ. എന്തിനാണ് ഓർഡർ ഇടാൻ പറഞ്ഞിട്ടുള്ളത് രാജാവിനോട്? ടു ടേക്ക് ദ പോഡ് ഓഫ് ദ സീഡ്, ആ സീഡ് വിത്ത് ടേക്ക് ഓഫ് പുറത്തെടുക്കാനായിട്ട്. പോഡ് പറഞ്ഞാൽ ആ തോട്, പയറിൻ്റെ കുരുവിൻ്റെ തോട്, അതിനകത്ത് നിന്ന് ആ വിത്ത് പുറത്തെടുക്കാനായിട്ട് ആവശ്യപ്പെടാനാണ് രാജാവിനോട് പറഞ്ഞത്. ബട്ട് പക്ഷേ, ഹി ഓൾസോ എന്നാൽ അദ്ദേഹവും രാജാവും, ഇഗ്നോർ എന്നാൽ അവഗണിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇഗ്നോർഡ് അവഗണിച്ചു, ദ സ്പാരോ കുരുവിയെ അദ്ദേഹവും രാജാവും അവഗണിച്ചു. സോ ഷീ റാൻ ടു ദ ക്വീൻ. സോ അതുകൊണ്ട്, അവൾ ആ കുരുവി, റാൻ ഓടി, ടു ദ ക്വീൻ രാജകുമാരി, ക്വീൻ എന്നാൽ രാജ്ഞി, അവൾ രാജ്ഞിയുടെ അടുത്തേക്ക് ഓടി. അറ്റ് ദാറ്റ് ടൈം എ മെയ്ഡ് വാസ് കോംബിങ് ഹെർ ഹെയർ വിത്ത് എ ഗോൾഡൻ കോംബ്. അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത്, എ മെയ്ഡ് ഒരു ദാസി എന്നാൽ ഈ രാജ്ഞിയെ പരിപാലിക്കുന്ന സ്ത്രീയാണ്. മെയ്ഡ് വാസ് കോംബിങ് ഹെർ ഹെയർ. വാസ് കോംബിങ്, കോംബ് എന്നാൽ ഇവിടെ മുടി ചീകുക എന്നുള്ള അർത്ഥമാണ്. അതായത് ആ ദാസി വാസ് കോംബിങ് മുടി ചീകുകയായിരുന്നു. ഹെർ അവളുടെ ഹെയർ, അവളുടെ മുടി ചീകുകയായിരുന്നു ഈ രാജ്ഞിയുടെ. വിത്ത് എ ഗോൾഡൻ കോംബ്, ഒരു കോംബ് എന്നാൽ ഒരു നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ചീർപ്പ് എന്നുള്ള അർത്ഥമുണ്ട്. മുടി ചീകുന്ന ചീർപ്പ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗോൾഡൻ, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചീർപ്പ് കൊണ്ട് ആ ദാസി രാജ്ഞിയുടെ മുടി ചീകുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത്, കുരുവി ഓടി അങ്ങോട്ട് രാജ്ഞിയുടെ അടുത്തേക്ക് പോയ സമയത്ത്. ഷീ സെഡ് ടു ദ സ്പാരോ. ഷീ സെഡ് അവൾ, ആ രാജ്ഞി, സെഡ് പറഞ്ഞു, ടു ദ സ്പാരോ കുരുവിയോട് പറഞ്ഞു, ഫോർഗെറ്റ് ദാറ്റ് പൾസ് സീഡ്. ഫോർഗെറ്റ് മറക്കുക, ദാറ്റ് പൾസ് സീഡ് ആ പൾസ് സീഡ് പയറിൻ്റെ സീഡ്, വിത്ത്, കുരു, ആ പയറിൻ്റെ കുരുവിനെ പറ്റിയിട്ട് മറക്കുക എന്ന് കുരുവിയോട് രാജ്ഞി പറഞ്ഞു. ഐ വിൽ ഗിവ് യു സം പേൾസ് ഇൻസ്റ്റഡ്. ഐ വിൽ ഗിവ് യു ഞാൻ നിനക്ക് നൽകും, സം പേൾസ്, പേൾ എന്നാൽ പവിഴം എന്നുള്ള അർത്ഥമാണ്. ഞാൻ കുറച്ച് പവിഴങ്ങൾ നിനക്ക് തരും. ഇൻസ്റ്റഡ് എന്നാൽ പകരമായിട്ട്. ആ കുരുവിനെ പറ്റിയിട്ട് മറക്കുക, അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് കുറച്ച് പവിഴങ്ങൾ തരുമെന്ന് രാജ്ഞി കുരുവിയോട് പറഞ്ഞു. ദ സ്പാരോ തോട്ട് ദാറ്റ് പേൾസ് വേർ യൂസ്ലെസ് ഫോർ ഹെർ.
ആസ് ഷീ കുഡിൻറ്റ് ഈറ്റ് ദം. ദ സ്പാരോ കുരുവി തോട്ട് ചിന്തിച്ചു, ദാറ്റ് അത് ചിന്തിച്ചു. പേൾസ് പവിഴങ്ങൾ വേർ യൂസ്ലെസ്. യൂസ്ലെസ് എന്നാൽ ഉപകാരമില്ലാത്ത, പ്രയോജനമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. പവിഴങ്ങൾ പ്രയോജനമില്ലാത്തതാണ് എന്ന് കുരുവി ചിന്തിച്ചു. ഫോർ ഹെർ അവൾക്ക്. ആസ് ഷീ കുഡിൻറ്റ് ഈറ്റ് ദം. ആസ് എന്ന അതുകൊണ്ട്. ഷീ കുഡിൻറ്റ് ഈറ്റ് ദം അവൾക്ക് അത് ഈറ്റ് എന്നാൽ കഴിക്കുക, ദം അവകൾ, ആ പവിഴങ്ങൾ അവൾക്ക് കഴിക്കാൻ പറ്റാത്തതായതുകൊണ്ട് അത് അവൾക്ക് പ്രയോജനമില്ലാത്തതാണ് എന്ന് കുരുവി ചിന്തിച്ചു. ഷീ ഫ്ലൂ ടു എ സ്നൈക്ക് ആൻഡ് ആസ്ക്ഡ് ഹിം ടു ബൈറ്റ് ദ ക്വീൻ. ഷീ ഫ്ലൂ അവൾ പറന്നു, ടു എ സ്നൈക്ക് ഒരു പാമ്പിൻ്റെ അടുത്തേക്ക് പറന്നു പോയി. ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ആവശ്യപ്പെട്ടു, ഹിം അവനോട്, ആ പാമ്പിനോട് ആവശ്യപ്പെട്ടു, ടു ബൈറ്റ് ദ ക്വീൻ രാജ്ഞിയെ കടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ബൈറ്റ് എന്നാൽ കടിക്കുക. ബട്ട് ഹീ ഓൾസോ ഇഗ്നോർഡ് ഹെർ. ബട്ട് പക്ഷേ, ഹീ ഓൾസോ അവനും, ആ പാമ്പും, ഇഗ്നോർഡ് അവഗണിച്ചു, ഹെർ അവളെ, കുരുവിയെ, ആ പാമ്പും പക്ഷേ അവഗണിച്ചു. ഹി ഈവൻ ത്രട്ടൺ ടു ബൈറ്റ് ദ സ്പാരോ ഇഫ് ഷീ ഡിഡിൻറ്റ് റൺ അവേ ഫ്രം ദർ. ഹി അവൻ, ആ പാമ്പ്, ഈവൻ ത്രട്ടണ്ട് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു, ടു ബൈറ്റ് ദ സ്പാരോ ഇത് പറഞ്ഞുകൊണ്ട്. എന്താണ് ടു ബൈറ്റ് ദ സ്പാരോ? കുരുവിയെ കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. ത്രട്ട് എന്നാൽ ഭീഷണിപ്പെടുത്തുക. ഇഫ് ഷീ ഡിഡിൻറ്റ് റൺ അവേ ഫ്രം ദർ അവൾ അവിടെ നിന്നും ഓടിപ്പോയിട്ടില്ലെങ്കിൽ അവളെ കടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. Then the sparrow asked a stick to break the neck of the snake. Then പിന്നീട് the sparrow കുരുവി ആസ്ക് ആവശ്യപ്പെട്ടു, ടു എ സ്റ്റിക്ക് ഒരു സ്റ്റിക്ക് എന്നാൽ വടി, ദണ്ട്, മരക്കൊമ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഒരു മരക്കൊമ്പിനോട് ആവശ്യപ്പെട്ടു, ടു ബ്രേക്ക് എന്നാൽ പൊളിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. എന്തിനാണ് ആവശ്യപ്പെട്ടത്? ആ ദണ്ടിനോട്, മരക്കൊമ്പിനോട്. ടു ബ്രേക്ക് പൊളിച്ചു കളയാൻ, പൊളിക്കാൻ. ദ നെക്ക് ഓഫ് ദ സ്നൈക്ക് പാമ്പിൻ്റെ നെക്ക്, കഴുത്ത്, പാമ്പിൻ്റെ കഴുത്ത് അടിച്ച് പൊട്ടിക്കാനാണ് ഈ കുരുവി അത് മരക്കൊമ്പിനോട് ആവശ്യപ്പെട്ടത്. നെക്ക് എന്നാൽ കഴുത്ത്, നെക്ക് ഓഫ് ദ സ്നൈക്ക് പാമ്പിൻ്റെ കഴുത്ത്. ബട്ട് കോൺട്രറിലി പക്ഷേ വിപരീതമായി, അതായത് പറഞ്ഞതെന്താണോ അതിന് വിപരീതമായിട്ടുള്ളതാണ് സംഭവിക്കുന്നത്. ഇറ്റ് ട്രൈഡ് ടു അറ്റാക്ക് ദ സ്പാരോ. അത് ആ ദണ്ട് ട്രൈഡ് ശ്രമിച്ചു, ടു അറ്റാക്ക് ആക്രമിക്കാൻ ശ്രമിച്ചു, ദ സ്പാരോ കുരുവിയെ ആ ദണ്ട് ആ മരക്കൊമ്പ് ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. ഷീ സംഹൗ സേവ്ഡ് ഹെർ ലൈഫ് ആൻഡ് ഫ്ലഡ് ഫ്രം ദർ. ഷീ അവൾ, ആ കുരുവി, സംഹൗ എന്നാൽ ഒരു വിധത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഒരു വിധത്തിൽ, അതല്ലെങ്കിൽ എങ്ങനെയോ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഒരു വിധത്തിൽ സേവ്ഡ് രക്ഷപ്പെടുത്തി, ഹെർ ലൈഫ് അവളുടെ ജീവൻ രക്ഷപ്പെടുത്തി. ആൻഡ് എന്നിട്ട് ഫ്ലഡ് എന്നാൽ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഫ്രം ദർ അവിടെ നിന്നും, ഫ്ലഡ് ഫ്രം ദർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ദെൻ ഷീ റിക്വസ്റ്റ് ദ ഫയർ ടു ഫിനിഷ് ദ അരോഗൻറ്റ് സ്റ്റിക്ക് ആൻഡ് ബേൺ ഹെർ ഇൻ ടു ആഷസ്. ദെൻ പിന്നീട്, ഷീ റിക്വസ്റ്റ് അവൾ അപേക്ഷിച്ചു, ദ ഫയർ എന്നാൽ തീയിനെ കൊണ്ട് അപേക്ഷിച്ചു, ടു ഫിനിഷ് തീർക്കാൻ വേണ്ടിയിട്ട്, ദ അരോഗൻറ്റ് എന്നാൽ അഹങ്കാരിയായ, ധിക്കാരിയായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ധിക്കാരിയായിട്ടുള്ള സ്റ്റിക്ക് മരക്കൊമ്പിനെ തീർക്കാനായിട്ട് തീയിനോട് ആവശ്യപ്പെട്ടു. ആൻഡ് ബേൺ എന്നിട്ട് കത്തിക്കുക, ഹെർ ഇൻ ടു ആഷസ് അവളെ, ആ മരക്കൊമ്പിനെ. ആഷസ് എന്ന ചാരമാക്കിയിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ ചുട്ട് ചാമ്പലാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവളെ ചുട്ട് ചാമ്പലാക്കി ചാരമാക്കാനായിട്ട് ഈ കുരുവി തീയിനോട് പറഞ്ഞു. ബട്ട് ദ ഫയർ ഡിഡിൻറ്റ് കെയർ അബൌട്ട് ഹെർ റിക്വസ്റ്റ്. പക്ഷേ, ദ ഫയർ തീ
ഡിഡിൻറ്റ് കെയർ, ഡിഡ് നോട്ട് എന്നുള്ളത് നമുക്ക് ഡിഡിൻറ്റ് എന്ന് വായിക്കാം. ഡിഡിൻറ്റ് കെയർ, കെയർ എന്നാൽ ഗൗനിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. പക്ഷേ ദ ഫയർ, തീ, ഡിഡിൻറ്റ് കെയർ, ഗൗനിച്ചില്ല. എബൌട്ട് ഹെർ റിക്വസ്റ്റ്, അവളുടെ അഭ്യർത്ഥനയെ തീ പരിഗണിച്ചില്ല, ഗൗനിച്ചില്ല. ആഫ്റ്റർ ദാറ്റ് ഷീ വെൻറ്റ് ടു ദ ഓഷ്യൻ ആൻഡ് സെഡ് യു ഹാവ് സോ മച്ച് വാട്ടർ. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഷീ വെൻറ്റ് അവൾ പോയി, ടു ദ ഓഷ്യൻ, ഓഷ്യൻ എന്നാൽ കടൽ, കടൽ സമുദ്രം ഇതൊക്കെയാണ് അർത്ഥം. അതിന് സമുദ്രത്തിനടുത്തേക്ക് പോയി. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, യു ഹാവ് നിനക്ക് ഉണ്ട്, സോ മച്ച് വാട്ടർ നിൻ്റെ അടുത്ത് ധാരാളം വെള്ളമുണ്ട് എന്ന് കുരുവി ഈ സമുദ്രത്തിനടുത്തേക്ക് പോയിട്ട് പറഞ്ഞു. ഹി ഓൾസോ പ്രിറ്റൻഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഹേർഡ് ഹെർ വോയിസ് ബിക്കോസ് ടു ദ ലൗഡ് സൗണ്ട് ഓഫ് വേവ്സ്. ഹി ഓൾസോ അവനും സമുദ്രവും എന്നുള്ള അർത്ഥമാണ് ഇവിടെ. പ്രിറ്റൻഡ് എന്നാൽ ഭാവിക്കുക, അഭിനയിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദാറ്റ് അത് അങ്ങനെ അഭിനയിച്ചു. ഹി ഹാഡിൻറ്റ് ഹേർഡ്, ഹാഡ് നോട്ട് എന്നുള്ളത് ഹാഡിൻറ്റ് എന്ന് വായിക്കാം. ഹി ഹാഡിൻറ്റ് ഹേർഡ് അവൻ കേട്ടിട്ടില്ലായിരുന്നു. ഹി ഹാഡിൻറ്റ് ഹേർഡ് എന്നാൽ അവൻ കേട്ടിട്ടില്ലായിരുന്നു. ഹെർ വോയിസ് അവളുടെ ശബ്ദം, അവളുടെ ശബ്ദം, ആ കുരുവിയുടെ ശബ്ദം അവൻ കേട്ടിട്ടില്ലായിരുന്നു എന്ന മട്ടിലാണ് സമുദ്രം അഭിനയിച്ചത്. ബിക്കോസ് ടു ദ ലൗഡ് സൗണ്ട് ഓഫ് വേവ്സ്. ആ വേവ് എന്നാൽ തിരമാലകൾ, തിരമാലകളുടെ ശബ്ദം കാരണം, ഭയങ്കരമായിട്ടുള്ള ശബ്ദം കാരണം ആ സമുദ്രം കുരുവി പറഞ്ഞത് കേട്ടില്ല എന്നുള്ള ആ ഒരു അഭിനയത്തിൽ, ആ ഒരു ഭാവത്തിലാണ് സമുദ്രം പെരുമാറിയത്. സമുദ്രവും അങ്ങനെയാണ് പെരുമാറിയത്, അവളെ പരിഗണിച്ചില്ല എന്ന് അർത്ഥം. Then she sat on the trunk of an elephant and asked him to dry up the ocean. Then പിന്നീട് she sat അവൾ കുരുവി, sat എന്നാൽ ഇരുന്നു, on the trunk of an elephant, trunk എന്നാൽ തുമ്പിക്കൈ, ഒരു ആനയുടെ തുമ്പിക്കൈമേൽ ഇരുന്നു. and asked എന്നിട്ട് ആവശ്യപ്പെട്ടു, ഹിം അവനോട്, ആനയോട് ആവശ്യപ്പെട്ടു, to dry up. ഡ്രൈ അപ്പ് എന്നാൽ ഉണക്കുക എന്നുള്ള അർത്ഥമാണ്. പൂർണ്ണമായിട്ടും ഉണക്കുക എന്നുള്ള അർത്ഥമാണ്. പൂർണ്ണമായിട്ടും ഉണക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദ ഓഷ്യൻ, ഓഷ്യൻ എന്നാൽ സമുദ്രം, സമുദ്രത്തെ പൂർണ്ണമായിട്ടും വറ്റിക്കാനായിട്ട് ആനയുടെ തുമ്പിക്കൈമേൽ പോയിരുന്നിട്ട് കുരുവി ആവശ്യപ്പെട്ടു. ബട്ട് ഹി ഓൾസോ ഇഗ്നോർഡ് ഹെർ. പക്ഷേ ഹി ഓൾസോ അവനും, ആനയും, ഇഗ്നോർഡ് അവഗണിച്ചു, ഹെർ അവളെ, കുരുവിയെ, ആനയും പക്ഷേ അവഗണിച്ചു. അറ്റ് ലാസ്റ്റ് ദ സ്പാരോ സോട്ട് ദ ഹെൽപ്പ് ഓഫ് ഹെർ ക്ലോസ് ഫ്രണ്ട് ആൻഡ്. അറ്റ് ലാസ്റ്റ് അവസാനം, ദ സ്പാരോ കുരുവി, സോട്ട് തേടി, സീക്ക് എന്നാൽ തേടുക, അതിൻ്റെ പാസ്റ്റാണ് സോട്ട് തേടി, ദ ഹെൽപ്പ് സഹായം തേടി, ഓഫ് ഹെർ ക്ലോസ് ഫ്രണ്ട് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള, ക്ലോസ് ഫ്രണ്ട് എന്നാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആൻഡ് ഉറുമ്പിനോട് അവൾ സഹായം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ സഹായം തേടി. ദ ആൻഡ് ലിസൺ ടു ഹെർ സ്റ്റോറി ആൻഡ് അറ്റ് വൺസ് ഗോട്ട് റെഡി വിത്ത് ഹെർ ആർമി ടു ടീച്ച് എ ലെസൺ ടു ദ എലിഫൻറ്റ്. ദ ആൻഡ് ഉറുമ്പ്, ലിസൺ എന്നാൽ കേൾക്കുക എന്നുള്ള അർത്ഥം. ലിസൺഡ് കേട്ടു, ടു ഹെർ സ്റ്റോറി അവളുടെ കഥ കേട്ടു, അനുഭവങ്ങൾ കേട്ടു. ആൻഡ് എന്നിട്ട് അറ്റ് വൺസ് എന്നതിന് ഇവിടെ ഉടനെ എന്നുള്ള അർത്ഥമാണ്. ഉടനെ ഗോട്ട് റെഡി എന്നാൽ തയ്യാറായി, വിത്ത് ഹെർ ആർമി അവളുടെ ആർമിയോടുകൂടി, അവളുടെ ആർമിയെ കൂട്ടിയിട്ട് തയ്യാറായി. ആർമി സൈന്യം, സംഘം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഉറുമ്പുകളുടെ മറ്റുള്ള സംഘങ്ങളെ കൂട്ടിയിട്ട് റെഡിയായി. ടു ടീച്ച് പഠിപ്പിക്കാൻ, എ ലെസൺ ഒരു പാഠം പഠിപ്പിക്കാൻ റെഡിയായി. ടു ദ എലിഫൻറ്റ് ആനയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ഉറുമ്പിൻ്റെ സൈന്യത്തെ കൂട്ടിയിട്ട് പെട്ടെന്ന് തയ്യാറായി. ദ എലിഫൻറ്റ് വാസ് സ്കെയർഡ് ടു സീ ദ ഹ്യൂജ് ആർമി ഓഫ് ദ ആൻസ്. ദ എലിഫൻറ്റ് ആന വാസ് സ്കെയർഡ്, സ്കെയർ എന്നാൽ ഭയപ്പെടുക എന്നുള്ള അർത്ഥമാണ്.
എലിഫൻറ്റ് വാസ് സ്കേർഡ്. ആന ഭയപ്പെട്ടു. ടു സീ കണ്ടതിൽ അല്ലെങ്കിൽ കണ്ടതിനാൽ. ദ ഹ്യൂജ് ആർമി. ഹ്യൂജ് എന്നാൽ വലിയ, അനേകം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആർമി സംഘം, ഒരുപാട് സംഘങ്ങളെ കണ്ടതിൽ ആന ഭയപ്പെട്ടു. ഓഫ് ദ ആൻസ് ഉറുമ്പുകളുടെ ഒരുപാട് സംഘങ്ങളെ കണ്ടതിൽ ആന ഭയപ്പെട്ടു. ഹി ഷൗട്ടഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡ്രൈ അപ്പ് ദ ഓഷ്യൻ. അവൻ, ആന ഷൗട്ടഡ്. ഷൗട്ട് എന്നാൽ നിലവിളിക്കുക എന്നുള്ള അർത്ഥമാണ്. ഉച്ചത്തിൽ വിളിക്കുക, ആർത്ത് ആക്രോശിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ് ഹി ഷൗട്ടഡ്, അവൻ ഉറക്കെ നിലവിളിച്ചു. ദാറ്റ് അത് പറഞ്ഞുകൊണ്ട്. ഹി വാസ് ഗോയിങ് ടു ഡ്രൈ അപ്പ് ദ ഓഷ്യൻ, സമുദ്രം ഉണക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ആന ആക്രോശിച്ചു, ഭയപ്പെട്ടുകൊണ്ട്. ദ ഓഷ്യൻ ഓൾസോ ഗോട്ട് അഫ്രൈഡ് ടു സീ ദ ഫെറോഷ്യസ് എലിഫൻറ്റ് കമ്മിങ് ടുവേർഡ്സ് ഹിം. ദ ഓഷ്യൻ ഓൾസോ, സമുദ്രവും, ഗോട്ട് അഫ്രൈഡ്, സമുദ്രവും ഭയപ്പെട്ടു. ടു സീ കണ്ടതിൽ. ദ ഫെറോഷ്യസ് എലിഫൻറ്റ്, ഫെറോഷ്യസ് എന്നാൽ ഘോരമായ, ക്രൂരനായ, രൗദ്രമായ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഭയങ്കരമായ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഭയങ്കരമായിട്ടുള്ള എലിഫൻറ്റ്, ആനയെ കണ്ടതിൽ സമുദ്രവും ഭയപ്പെട്ടു. കമ്മിങ് ടുവേർഡ്സ് ഹിം, അവനെ ലക്ഷ്യമാക്കിയിട്ട്. ടുവേർഡ്സ് എന്നാൽ നേർക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവൻ്റെ നേർക്ക്, സമുദ്രത്തിന് നേരെ ആന വരുന്നത് കണ്ട് സമുദ്രവും ഭയപ്പെട്ടു. ഹി എക്സ്ക്ലെയിംഡ് ഡോണ്ട് ഡ്രിങ്ക് മീ അപ്പ്, ഐ ആം റെഡി ടു പുട്ട് ഓഫ് ദ ഫയർ. ഹി എക്സ്ക്ലെയിം, അവൻ. എക്സ്ക്ലെയിംഡ്, എക്സ്ക്ലെയിം എന്നാൽ ആർത്തു വിളിക്കുക എന്നുള്ള അർത്ഥമാണ്. ഉച്ചത്തിൽ ഘോഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഹി എക്സ്ക്ലെയിംഡ്, അവൻ ഉച്ചത്തിൽ ഘോഷിച്ചു. ഡോണ്ട് ഡ്രിങ്ക് മീ അപ്പ്, എന്നെ കുടിച്ച് വറ്റിക്കരുത് എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. ഡ്രിങ്ക് അപ്പ് എന്നാൽ കുടിച്ച് തീർക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്നെ കുടിച്ച് തീർത്ത് അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ടു പുട്ട് ഓഫ് ദ ഫയർ. പുട്ട് ഓഫ് എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ആളെ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അപ്പോൾ തീനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ സമുദ്രം പറഞ്ഞു. ഇൻ നോ ടൈം ഓൾ ഓഫ് ദം വേർ സീൻ ഇൻ ആക്ഷൻ. ഇൻ നോ ടൈം എന്നാൽ വളരെ വേഗത്തിൽ, ഉടൻ, പെട്ടെന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓൾ ഓഫ് ദം അവർ എല്ലാവരും, വേർ സീൻ ഇൻ ആക്ഷൻ അവരെ എല്ലാവരെയും കാണപ്പെടുന്നു, അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട്. ദ ഫയർ ത്രട്ടൺ ദ സ്റ്റിക്ക്, ദ സ്റ്റിക്ക് റാൻ ആഫ്റ്റർ ദ സ്നൈക്ക്. ദ ഫയർ തീ, ത്രട്ടൺ ഭീഷണിപ്പെടുത്തി, ദ സ്റ്റിക്ക് അത് മരക്കൊമ്പിനെ ഭീഷണിപ്പെടുത്തി. ദ സ്റ്റിക്ക് റാൻ ആ ദണ്ട് മരക്കൊമ്പ്, റാൻ ഓടി, ആഫ്റ്റർ ദ സ്നൈക്ക് പാമ്പിൻ്റെ പിന്നാലെ ആ മരക്കൊമ്പ് ഓടി. ദ സ്നേക്ക് റഷ് ടു ബൈറ്റ് ദ ക്വീൻ, ദ ക്വീൻ കൺവിൻസ്ഡ് ദ കിങ്. ദ സ്നേക്ക് പാമ്പ്, റഷ് ടു ബൈറ്റ്, റഷ് ടു എന്ന തിടുക്കത്തിൽ, ബൈറ്റ് ദ ക്വീൻ എന്താണ് രാജ്ഞിയെ കടിക്കാനായിട്ട് പാമ്പ് തിടുക്കത്തിൽ പോയി. ദ ക്വീൻ രാജ്ഞി, കൺവിൻസ് എന്നാൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. കൺവിൻസ്ഡ് ബോധ്യപ്പെടുത്തി. ദ കിങ് രാജാവിനെ രാജ്ഞി ബോധ്യപ്പെടുത്തി. ദ കിങ് ഓർഡേർഡ് ദ കാർപ്പൻ്റർ ആൻഡ് ദ കാർപ്പൻ്റർ റാൻ വിത്ത് എ സോ. ദ കിങ് രാജാവ്, ഓർഡേർഡ് ആജ്ഞാപിച്ചു, ദ കാർപ്പൻ്റർ ആശാരിയോട് ആജ്ഞാപിച്ചു, ആൻഡ് ദ കാർപ്പൻ്റർ ആശാരി, റാൻ ഓടി, വിത്ത് എ സോ. സോ എന്നാൽ വാള്, ഒരു വാളുമായിട്ട് ആശാരി ഓടി. ഇൻ ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ. ടു ടയർ ദ മിൽ, ആ മില്ല് എന്താണ് യന്ത്രശാല പൊളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശാരിയുടെ കയ്യിൽ ഒരു വാള് പിടിച്ചിട്ട് അദ്ദേഹം ഓടി. ടയർ എന്നാൽ പൊളിക്കുക. ദ മിൽ വാസ് എക്സ്ട്രീംലി സർപ്രൈസ്ഡ്. ദ മിൽ ആ പൊടിക്കുന്ന യന്ത്രം വാസ് എക്സ്ട്രീംലി എന്നാൽ അങ്ങേയറ്റം, വളരെയധികം, സർപ്രൈസ്ഡ് ആശ്ചര്യപ്പെട്ടു, നന്നായിട്ട് യന്ത്രം ആശ്ചര്യപ്പെട്ടു. വെൻ ഷീ ന്യൂ അബൌട്ട് സച്ച് എ ബിഗ് എഫേർട്ട് ബൈ എ സ്മോൾ സ്പാരോ. വെൻ ഷീ ന്യൂ അവൾ മനസ്സിലാക്കിയപ്പോൾ,
എബൌട്ട് സച്ച് എ ബിഗ് എഫേർട്ട്, അത്തരത്തിലുള്ള ഒരു വലിയ എഫേർട്ട് എന്ന കഠിന പ്രയത്നം, ബൈ എ സ്മോൾ സ്പാരോ, ഒരു ചെറിയ കുരുവിയാൽ ഉള്ള കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം കണ്ട് എന്താണ് ആശ്ചര്യപ്പെട്ടു. അവൾ എന്നാൽ ഇവിടെ യന്ത്രം, ഈ പൊടിക്കുന്ന യന്ത്രത്തിനെ പറ്റി പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷീ ഷൗട്ടഡ്, അവൾ ആർത്തു വിളിച്ചു. ഡോൺ ടയർ മീ, എന്നെ പൊളിക്കരുത്. ഡോൺ ടയർ മീ, എന്നെ പൊളിക്കരുത്. ഐ വിൽ ടേക്ക് ഓഫ് ദ പോഡ് ഓഫ് ദ സീഡ്. ഐ വിൽ ടേക്ക് ഓഫ്, ഞാൻ ടേക്ക് ഓഫ് എന്നാൽ അഴിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഐ വിൽ ടേക്ക് ഓഫ്, ഞാൻ അഴിക്കും, അത് പുറത്തെടുക്കും. ദ പോഡ് ഓഫ് ദ സീഡ്, ആ വിത്ത്, ആ പോടിനകത്തുള്ള, പോട് എന്നാൽ തോട്, ആ തോടിനകത്തുള്ള സീഡ്, വിത്ത്, ആ തോടിനകത്തുള്ള സീഡ് ഞാൻ പുറത്തെടുക്കും എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ചു ഈ മിൽ, ആ യന്ത്രം. ഫൈനലി ദ സ്പാരോ ഫ്ലൂ വിത്ത് ഹെർ സീഡ് ഇൻ ദ എയർ. ഫൈനലി, ഒടുവിൽ, ദ സ്പാരോ, കുരുവി, ആ കുരുവി, ഫ്ലൂ, പറന്നു, വിത്ത് ഹെർ സീഡ്, അവളുടെ ആ കുരു, അവൾക്ക് കിട്ടിയ ആ കുരു വിത്തുമായിട്ട് അവൾ ഇൻ ദ എയർ, അന്തരീക്ഷത്തിലേക്ക് അവൾക്ക് കിട്ടിയ ആ വിത്തുമായിട്ട് അവൾ പറന്നു.